ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ടപ്പോൾ ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ടപ്പോൾ ടൈറ്റിൽ മനസ്സിലായി. നമ്മളെ ഹീറോയിൻ ഒരു നോർമൽ നമ്മളെ ഹീറോയിൻ്റെ പേരാണ് ഫാത്തിമ. അതെ, മുസ്ലിം ഗേൾ. നമ്മൾ ഒരു ഐഡൽ മാത്രമല്ല, ഒരു പവർഫുൾ സൂപ്പർ സിഒ. ഹീറോയ്ക്ക് മാരേജ് ഇഷ്ടമില്ലായിരുന്നു. എങ്ങനെയായിട്ട് മാരേജിൽ മുങ്ങ എന്ന് ഹീറോയ്ക്ക് ഭയങ്കര കരയായിരുന്നു. ഹീറോയിൻ മാരേജിന് മുങ്ങിയിട്ട് ഓടി വന്നു ഹീറോയിൻ്റെ മമ്മി ഡാഡി ചെയ്തായിരുന്നു. അതുമാത്രമല്ല, ഹീറോയിൻ്റെ ഫാമിലിയുള്ള അവരാണ് ഹീറോയിൻ മാരേജ് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ഹീറോയിൻ മാരേജ് അപ്പം പ്ലാൻ ചെയ്തായിരുന്നു. എങ്ങനെ ഇത് ഇങ്ങനെ ഞാൻ ഓടിപ്പോയാൽ ഇത് നടക്കാൻ പാടില്ല. അതുകൊണ്ട് ഹീറോയിൻ മാരേജ് കഴിക്കാൻ പോകുന്ന പെണ്ണിന് പകരം അങ്ങനെയായിട്ട് ഒരു എത്രി ഉണ്ടായിരുന്നു. അത് പറഞ്ഞ് അതെ, ആ മാരേജിക്ക് പോകുന്ന അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട്, അതുപോലെ തന്നെ അവൻ്റെ വൈഫാണ്. ഹീറോയിൻ നടന്ന കാര്യം പറഞ്ഞു. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. ഞാൻ പറഞ്ഞ മതി ആക്ടിങ് ചെയ്തായിരുന്നു. അതുകൊണ്ട് അവരോട് ശരി ഓക്കെ ഞാൻ കിഡ്നാപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. അതിനായിട്ട് ഹീറോയിൻ വോയിസ് ചേഞ്ച് ആക്കിയിട്ട് മുണ്ടിയതായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ വന്ന് കിഡ്നാപ്പ് ചെയ്തു. അങ്ങനെ ആ പെൺ തന്നെയാണ് കല്യാണ പെൺമാതിരി റെഡിയായി വീട്ടിലെ തുണി ഇട്ടായിരുന്നു. അതുകൊണ്ട് റെഡിയായി വന്നു. അതുകൊണ്ട് അവൻ്റെ വൈഫാണ്. അതോ എനിക്കറിയാതെ മണ്ണൻ മാരേജായി എന്ന് സന്തോഷത്തിലുണ്ടായിരുന്നു. അതുമാതിരി അവൾക്ക് ഹീറോയിൻ്റെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഹീറോയിൻ സൈൻ ചെയ്തെന്ന് വെച്ച് മണ്ണൻ അങ്ങനെ ഹീറോയിൻ്റെ പേര്. അവനക്ക് ഹീറോയിൻ്റെ സൈനും ഒന്നും അറിയില്ല. അങ്ങനെ മാരേജ് നടന്നു. അതുകൊണ്ട് അവന് ഭയങ്കര ഹാപ്പി. ഹീറോയിൻ കൂടെ മാരേജ് ആയി. അതുകൊണ്ട് ഹീറോയും അല്ലായിരുന്നു, പാവം. അതെ, ഹീറോയിൻ ഈ ഗെട്ടപ്പിലാണ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഗെട്ടപ്പിൽ ഒറ്റോട്ട് പോയി സാരിയെല്ലാം ചേഞ്ച് ആയിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയായിട്ട് ഒണിച്ചു പോയായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ മതി ആക്ടിങ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് അതിൽ ഒരു പ്ലേസിൽ വന്ന് ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചായിരുന്നു. അതുകൊണ്ട് മാരേജ് നടന്നായിരുന്നു. അവന് എണിച്ചിട്ട് പറയായിരുന്നു നിങ്ങളെ മകൾ അങ്ങനെ അവൻ എണിച്ചിട്ട് എൻ്റെ മാരേജ് നടന്നവന് അവൻ പറയായിരുന്നു നിങ്ങളെ മകളെ സ്വത്ത് എനിക്കെല്ലാം വേണം എന്ന് പറയുന്നു. മൊത്തം സ്വത്തിന് കേട്ടായിരുന്നു. അത് കേട്ട് ഹീറോയിൻ്റെ മമ്മി ഡാഡിക്കും ഷോക്ക് മാത്രമല്ല ഹീറോയിനും മാരേജ് കഴിക്കാൻ പറഞ്ഞിട്ട് അത് പറഞ്ഞു കൊടുത്ത അങ്കിൾക്ക് ഷോക്കായിരുന്നു. എന്താ സ്വത്ത് വേണോ? അതൊന്നും അതല്ല എന്ന് പറയുന്നത്. സ്വത്ത് തന്നെ ഞാൻ ഇവിടെ നൽകിയിട്ട് പോവും എന്ന് പറയുന്നു. പളാന്നൊരു അടി വെച്ചായിരുന്നു. നീ എന്നടി അടിച്ചത്? വീട്ടിലിട്ട് തുണി എടുത്തായിരുന്നു. ഷോക്കായിരുന്നു. എന്താടാ എന്നെ കല്യാണം കഴിച്ചിട്ട് മാരേജ് കഴിച്ചിട്ട് നീ വീണ്ടും കല്യാണം കഴിക്കാൻ പോടാ എന്ന് പറഞ്ഞ് അവനെ കുത്തിയായിരുന്നു. അയ്യോ സോറിടി എന്ന് പറയുന്നു. സോറിടി എന്ന് പറയുന്നു. സോറിടി പറസാടാ സോറി എന്ന് പറയുന്നു. എന്താടാ സോറി പറയാ? ഞാൻ അവനെ പിടിച്ച് തറ വലിച്ചോണ്ട് പോയിരുന്നു. അങ്ങനെ പെണ്ണ് അപ്പോൾ അവൻ്റെ മകൾ കാണുന്നില്ല എന്ന് ഹീറോയിൻ്റെ മമ്മി കരയായിരുന്നു. അങ്ങനെ അവളെ മാരേജ് അവളെ മാരേജ് ശരിയാ. അവളെവിടെ പോയി? ഞാൻ കൊണ്ടിട്ട് അവളെ വേറെ അടുത്ത് അയച്ചു എന്ന് പറയായിരുന്നു. പറഞ്ഞാണ് പറഞ്ഞത് ഞാനും അവളെ പാസ്സാണ് ചെയ്ത് ഞാൻ വേറെ വലിയ നാട്ടിൽ കഴിച്ചു എന്ന് പറയുന്നു. ഇത് കണ്ട് ഷോക്കായിരുന്നു. എൻ്റെ മോളെവിടെ എന്ന് പറഞ്ഞ അങ്കിൾ ആൻറ്റി പറയായിരുന്നു. നിങ്ങളെ മോളാ? എൻ്റെ ഹസ്ബൻഡ് അവൾ മേലെ കുറേ കണ്ണുണ്ടായിരുന്നു. അതുമാതിരി സ്വത്തുക്ക് വേണ്ടി പിന്നെ അവൾ സൗന്ദര്യം വേണ്ടി വേറെ ചോദിക്കും. അതുകൊണ്ട് ഞാൻ അവളെ ഫോറിൻ അയച്ചു എന്ന് പറയായിരുന്നു. എന്ന് പറയാം ഷോക്കായിരുന്നു. അതെ, അവളെ വരാൻ പാടില്ലെന്ന് ഞാൻ ഒരാളോട് അയച്ചു. അതുമാത്രമല്ല എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഫോറിൻ പോകാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവൾക്ക് ഫോറിൻക്ക് അയച്ചായിരുന്നു ഞാൻ. അവൾക്കറിയില്ല. അവളെ ഒരു ഫ്രണ്ട് പിടിച്ചിട്ട് അവളെ ഫോറിൻ അയച്ചെന്ന് പറയായിരുന്നു. അവളെ ഫ്രണ്ട് കുറിച്ചായിരുന്നു. അവളത് മിരട്ടിട്ട് അതെ ഹീറോയിൻ്റെ ഫ്രണ്ടിനെ കണ്ടുപിടിച്ചിട്ട് മിരട്ടിയിട്ട് അയച്ചതാണ്. ഫ്രണ്ടിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഫോറിൻ അവൾക്ക് പോകും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ സമാധാനമായിട്ട് സമാധാനം ഫോറിൻ ചുമ്മാ പറഞ്ഞത് വന്നതല്ല. അങ്ങനെയല്ല എൻ്റെ അടുത്ത് പോകുന്നു പറഞ്ഞു ഹീറോയിൻ അവിടുന്ന് പോന്നു. സീത കൊറിയക്ക് വന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് പറഞ്ഞു എന്നീ മച്ചി കൊറിയക്ക് വന്ന ഹെടി കൊറിയക്ക് വന്നില്ല മാരേജ് നടക്കൂടി എന്ന് പറഞ്ഞു ഹീറോയിച്ചി പറയായിരുന്നു. ഇതെൻ്റെ നിക്കാവും മാല ഇത് എൻ്റെ ബാപ്പ മെങ്ങിയതാ എന്ന് പറഞ്ഞു ഹീറോയിൻ സാഡായിട്ട് പറഞ്ഞു. ആരടി എന്നെ മാരേജ് ചെയ്യിക്കും എന്ന് പറഞ്ഞ ഹീറോയിൻ സാഡായിരുന്നു. ശരി ഓക്കെ എന്ന് ഹീറോയോട് ജോലി ചെയ്തായിരുന്നു. അത് നഞ്ചോട്ട് വന്നായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ കോഫ് ഷോപ്പ്, അതെ ഫ്രണ്ട് ജോലി ചെയ്യുന്ന കോഫ് ഷോപ്പിലാണ് ഹീറോയിൻ ജോലി ചെയ്തത്. ആറും വന്നാണ്. ഹീറോയിൻ നോക്കി ഇവളെ ഇതുവരെ കണ്ടിട്ടില്ലല്ലേ. ഹീറോയിൻ ഒരു മോദി നോക്കായിരുന്നു. ഹീറോയിൻ ഫുൾ കവർ ഷർട്ട് വളരെ ക്യൂട്ടായിരുന്നു. ഹീറോയിൻ ആറും കുടിച്ച്
ശരി ആരായുള്ളൂ എന്ന് നമുക്കൊന്ന് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു ഹീറോയെ കുറിച്ച് അറിയാൻ വേണ്ടി അവിടെ ഒരു മാനേജർ ഉണ്ടായിരുന്നു. ആരാ സാർ പറഞ്ഞു സാർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ ഗേളുടെ ഫുൾ ഡീറ്റെയിൽസ് വേണം, ഏത് ഗേളാണ് എന്ന് ഹീറോയിൻ ഫുൾ കവർ ഇട്ടിട്ടായിരുന്നു. അതുകൊണ്ട് ഹീറോയിനെ പറഞ്ഞ് ഹീറോയിൻ മീൻ അടുത്ത് വന്ന് കോഫി കൊടുത്തിട്ട് പോയായിരുന്നു. പേര് വായിച്ചു, എനിക്ക് ഇവളുടെ ഡീറ്റെയിൽസ് വേണമെന്ന് പറയായിരുന്നു. ഇത് കേട്ടോ സാർ എന്തിയാ സാർ എനിക്ക് വേണം എന്ന് മുറിക്കായിരുന്നു. ശരി സാർ എന്ന് ഫുള്ള് ഡീറ്റെയിൽസ് വന്ന് പറയായിരുന്നു. അതെ ശരി ആറാം ചേച്ചിട്ട് പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് 6 മണി കോഫി ഷോപ്പായിരുന്നു. 6 ഹീറോയിനെ നോക്കി സ്മക്ക് ചേച്ചി അവിടെ നിന്ന് പോയിരുന്നു. ഹീറോയിന് ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് നടന്ന കാര്യം 6 മൊത്തം അറിഞ്ഞു. ഹീറോയിൻ്റെ ഫ്രണ്ടിന് വിളിച്ചിട്ട് ഇങ്ങനെ 6 മിരട്ടായിരുന്നു. അതുകൊണ്ട് പേടിച്ചിട്ട് മൊത്തം കാര്യം പറഞ്ഞു. 6 കൊണ്ട് പേടി വന്നു. 6 മിരട്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിന് അതെ 6 പറഞ്ഞു എനിക്കൊരു ഫുൾ ഡീറ്റെയിൽസ് വേണോ, അത് മാത്രമല്ല എന്നെ കുറിച്ചിട്ട് മിരട്ടായിരുന്നു. അതുകൊണ്ട് പേടിച്ചിട്ട് മൊത്തം കാര്യം പറഞ്ഞു. 6 കൊണ്ട് പേടിച്ചിട്ട് മൊത്തം കാര്യം പറഞ്ഞായിരുന്നു. ഓ സംഭവിച്ച കഥ ഇതാണോ, ശരി ഓക്കെ 6 ഒരുമാതിരി ചെയ്തായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഹീറോയിനെ വിളിച്ചുകൊണ്ട് വന്നായിരുന്നു. ഞാൻ 6 വിളിച്ചുകൊണ്ട് വന്നു. ഇങ്ങനെ ഹീറോയിനെ മാരേജ് ചെയ്യിക്കണം ആഗ്രഹം, ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ്റെ ഡ്രസ്സ് ഇടാൻ പറയാൻ ഞാൻ ഫ്രണ്ട് എന്താ മച്ച ഇത് പറയുന്നത്. അങ്ങനെ 6 ഹീറോയിൻ്റെ മമ്മി ഡാഡി വൃത്തി, അത് മാത്രമല്ല ഇങ്ങനെയായിട്ട് ഹീറോയ്ക്ക് അറിയില്ല. അതേമാതിരി ഒരു പട്ട് സാരി, അതേ സാരി അത് ഹീറോയിൻ്റെ മമ്മി ഭയങ്കര സാരിയായിരുന്നു. ജോസിൽ വെച്ച് ഹീറോയിൻ റെഡി ആയിരുന്നു, എന്നേ ഇടിയും പറയായിരുന്നു. അങ്ങനെ 6 വന്നായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും അറിയില്ല. അങ്ങനെ മാരേജ് നടന്നു. ഹീറോയ്ക്ക് അടുത്ത് തട്ടമുണ്ടായിട്ട് കണ്ടായിരുന്നു. ഇടയ്ക്ക് മാല ഇടുമ്പോൾ ഭാഗ്യമൊക്കെ ഷാക്കായിരുന്നു. 6 ഷാക്കായിരുന്നു. ഇത് ഞാൻ പറഞ്ഞു ഷാക്കായി ഫ്രണ്ട് എന്നൊക്കെ ഫ്രണ്ട് കിളി പോയ മാതിരിയുള്ളത് നടന്ന മമ്മി ഡാഡിയെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ മാരേജ് നന്നായിട്ട് നടന്നു. ഹീറോയ്ക്ക് കിളി പോയ മാതിരിയായിരുന്നു. അങ്ങനെ 6 ചിരിച്ചിട്ട് ഹീറോയിനെ നോക്കി സ്മൃച്ചത്. അതെ അതെ സാർ നിങ്ങൾക്ക് ഇങ്ങനെ ന്യൂസ് പേപ്പർ കൊടുക്കട്ടെ, നിങ്ങൾ കുറച്ച് നാളില്ലേ സാർ എവിടെയൊക്കെ പോയത് വേറെ. 6 പറയുന്നു 1 മന്ത് ഞാനൊരു ട്രിപ്പ് പോയിട്ട് വന്നതാണ് എന്ന് 6 ചുമ്മാ പറയുന്നു. 6 പറഞ്ഞ ഹീറോയിന് മതം മാറാൻ പോയില്ലായിരുന്നു. ഹീറോയിൻ അതേ മതം പോയായിരുന്നു. ഹീറോയ്ക്ക് വേണ്ടിയിട്ട് എന്നെ മാറ്റം പോയായിരുന്നു. അതുകൊണ്ട് പറ്റില്ല എന്ന് പറയായിരുന്നു. അതുകൊണ്ട് ശരി ഹീറോയിൻ